ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏതാണ്, നമ്മളെ റിലേഷണൽ ഫങ്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റിലേഷൻസ് പഠിച്ചു. എന്താണ് റിലേഷന്, ടൈപ്പ് ഓഫ് റിലേഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, അതിൽ നമുക്ക് ടൈപ്പ് ഓഫ് റിലേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ടൈപ്പ് ഓഫ് റിലേഷൻസ്, റിഫ്ലക്സീവ് റിലേഷൻസ് കണ്ടു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റിലേഷൻ ആണ്. ഓക്കെ, അതില് ടൈപ്പ് ഓഫ് റിലേഷൻ നമ്മൾ ഏതൊക്കെയാ കണ്ടത്? റിഫ്ലക്സീവ് റിലേഷൻ കണ്ടു. ദെൻ സെക്കൻഡ് വണ് സിമെട്രിക് റിലേഷൻ കണ്ടു. ദെൻ തേർഡ് വൺ അതായിരുന്നു ട്രാൻസിറ്റീവ്. ദെൻ ഫോർത്ത് പറഞ്ഞാല് ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് എന്ന് പറയുമ്പോ ഏതാണ്? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, ദെൻ ട്രാൻസിറ്റീവ് ആവണം. അങ്ങനെ മൂന്ന് പ്രോപ്പർട്ടി ഉള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ എങ്ങനെയാ ഡയഗ്രമാറ്റിക്കലി കാണിച്ചത്? ഇവിടെ എ പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്, ദെൻ ബി പറഞ്ഞ വേറൊരു സെറ്റ്. അതിൽ നിന്ന് റിലേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫൈൻ ചെയ്യാണ്. എക്സാമ്പിൾ 1 2 3 എടുത്തു. ഇവിടെ 4 5 6. റിലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവാം? റിലേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു റൂൾസോ അങ്ങനെയൊന്നുമില്ല. റിലേഷൻ എങ്ങനെയും റിലേഷൻ എന്താവാം? എലമെന്റ്സ് ഉണ്ടാവാം. പക്ഷെ എല്ലാ റിലേഷനും എന്താവൂല? ഫങ്ഷൻ ആവൂല. ഒരു റിലേഷന് ഫങ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് റിലേഷൻ ഫങ്ഷൻ ആവുക എന്നുള്ളത് നോക്കണം. അപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു റിലേഷൻ ആവും. പക്ഷെ എല്ലാ റിലേഷൻസും എന്താവൂല? ഫങ്ഷൻ ആവൂല. അപ്പോൾ ഒരു റിലേഷന് ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഒരു റിലേഷന് ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, അതായത് ഒരു ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാലും അതൊരു റിലേഷൻ തന്നെയാണ്. ബട്ട് എല്ലാ റിലേഷൻസും എന്തല്ല? ഫങ്ഷൻസ് അല്ല. റിലേഷൻസ് ഫങ്ഷൻസ് ആവണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾ എലമെന്റ് ഇൻ ഫസ്റ്റ് സെറ്റ് ഷുഡ് ഹാവ് ഇമേജ്. അതായത് നമ്മളിപ്പോ നേരത്തെ റിലേഷൻ കാണിച്ചപ്പോ ഒരു സെറ്റ് ഇവിടെ ഉണ്ട്, എ പറഞ്ഞൊരു സെറ്റ്, ദെൻ ബി പറഞ്ഞ മറ്റൊരു സെറ്റ് അടുത്തുണ്ട്. അപ്പൊ എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിൽ ഇമേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സെക്കൻഡ് കണ്ടീഷനിൽ എന്താ പറയുന്നത്? ഓൾ എലമെന്റ്സ് ഷുഡ് ഹാവ് ഓൺലി വൺ ഇമേജ്. അതായത് എ പറഞ്ഞ സെറ്റില് എല്ലാ എലമെന്റ്സിനും ഉണ്ടായിരിക്കണം? ഇമേജ് ഉണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ എലമെന്റ്സിനും ഒറ്റ ഇമേജ് എന്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ? ബി എന്ന സെറ്റിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൺലി വൺ ഇമേജ്. ഓക്കെ, അപ്പൊ ഇതാണ്
അതായത് നമ്മൾ ഏത് സെറ്റിലേക്കാണോ റിലേഷൻ സെക്കൻഡ് അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് ഇവിടെ റിലേഷന് തന്നിട്ടുണ്ട്, ഡയഗ്രമാറ്റിക്കലി കാണിച്ചിട്ടുണ്ട്. എ എന്ന സെറ്റിൽ 1ഉം 2ഉം 3 എലമെന്റ്സ് ആണ് ഉള്ളത്. ദെൻ ബി എന്ന സെറ്റിലുള്ള എലമെന്റ്സ് സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ആണ്. ആരോ വെച്ചിട്ട് റിലേഷൻ കാണിച്ചിട്ടുണ്ട്. 1 ബിനായിട്ട് റിലേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് 1, ബി ഉണ്ട്. ദെൻ 2, എയും ആണ് ഉള്ളത്. ഇവിടെ റിലേഷൻ പോയിട്ടുള്ളത് അങ്ങനെയാണ്. ഇവിടെ ഫസ്റ്റ് സെറ്റ് നോക്കിക്കേ. എ പറഞ്ഞ സെറ്റില് 1നും 2നും ഇമേജ് ഉണ്ട്. അതായത് 1ന്റെ ഇമേജ് എന്ന് പറയുന്നത് ബിയും 2ന്റെ ഇമേജ് എന്ന് പറയുന്നത് ഏതാണ്, എയും ആണ്. ബട്ട് 3 എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അതായത് 3ക്ക് ബി പറഞ്ഞ സെറ്റില് എന്തില്ല, ഇമേജ് ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു റിലേഷന് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടായിരിക്കണം, സെക്കൻഡ് സെറ്റിൽ ഇമേജ് ഉണ്ടായിരിക്കണം. ഇപ്പറഞ്ഞ കേസിൽ 3 പറഞ്ഞ എ എന്ന സെറ്റിലെ 3 പറഞ്ഞ എലമെന്റ് എന്തായിരിക്കാണ്, ഇമേജ് ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന റിലേഷൻ എന്തല്ല, ഫംഗ്ഷൻ അല്ല, നോട്ട് എ ഫംഗ്ഷൻ. ഈ റിലേഷൻ എന്തല്ല, ഫംഗ്ഷൻ അല്ല. അപ്പൊ കാരണം നമ്മൾ പറഞ്ഞു സെറ്റ് എയില് ഒരു എലമെന്റിന് എന്തില്ല, സെറ്റ് ബിയില് ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റിലേഷൻ എന്തല്ല, ഫംഗ്ഷൻ അല്ല. ഇനി നെക്സ്റ്റ് വൺ ഒന്ന് നോക്കാം. അപ്പൊ ഇത് റിലേഷൻ അല്ല നമ്മൾ കണ്ടു. ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ഓൾ എലമെന്റ്സ് ഇൻ സെറ്റ് എ ഈസ് നോട്ട് റിലേറ്റഡ് ടു സെറ്റ് ബി. അതായത് എല്ലാ എലമെന്റ്സും സെറ്റ് ബിയുമായിട്ട് റിലേറ്റഡ് അല്ല. മീൻസ് എല്ലാ എലമെന്റ്സിനും സെറ്റ് ബിയിൽ എന്തില്ല, ഇമേജ് ഇല്ല. ഈ സെക്കൻഡ് റിലേഷൻ നോക്കിക്കേ. ഇവിടെ എയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്, 1, 2, 3. ബിയിലെ എലമെന്റ്സ് എയും ബിയും. അതില് 1 എന്ന് പറയുന്നത് എ ആയിട്ടും റിലേറ്റഡ് ആണ്. ദെൻ 2 എന്ന് പറയുന്നത് ബി ആയിട്ട് റിലേറ്റഡ് ആണ്. ദെൻ 3 എന്ന് പറയുന്നത് എന്താണ്, ബി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക, എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിലെ ഇമേജ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് 1ന് എ പറഞ്ഞ ഇമേജ് ഉണ്ട്, 2ന് ബി പറഞ്ഞ ഇമേജ് ഉണ്ട്, ദെൻ 3ന് ബി പറഞ്ഞ ഇമേജ് ഉണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്, എയിലെ എല്ലാ എലമെന്റ്സിനും ഒരൊറ്റ ഇമേജേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ 1ന് ഒരു ഇമേജേ ഉള്ളൂ, ദെൻ 2നും ഒരു ഇമേജേ ഉള്ളൂ, 3ക്കും ഒരു ഇമേജേ ഉള്ളൂ. അപ്പൊ രണ്ട് കണ്ടീഷനും ഇവിടെ റിലേഷൻ എന്താക്കുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ തന്നിട്ടുള്ള ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, എ ഫംഗ്ഷൻ ആണ്. ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ ആയത്, എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്, എയിലെ എല്ലാ എലമെന്റ്സിനും ബിയിൽ ഒരൊറ്റ ഇമേജേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വേറെ മറ്റൊരു റിലേഷൻ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ് പറഞ്ഞത്, ദിസ് ഈസ് ആൻ ഫംഗ്ഷൻ ബിക്കോസ് എവറി എലമെന്റ് ഹാസ് ഓൺലി വൺ ഇമേജ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വണ്ണ് നോക്കാം. നെക്സ്റ്റ് സെറ്റിലെ എലമെന്റ്സ് 1, 2, 3. ദെൻ ബി എന്ന് പറഞ്ഞ ബിയിൽ ഏതൊക്കെയുള്ളത്, സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും. ഇവിടെ നോക്കിക്കേ, 1ന്റെ ഇമേജ് ഏതൊക്കെയാ വരുന്നത്, 1 എ എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട് 1ന്. ദെൻ ബി പറഞ്ഞ ഇമേജും ഉണ്ട്. 2ന് ഏതൊക്കെയാ ഇമേജ് ഉള്ളത്, 2
അപ്പോ ഈ ഒരു റിലേഷനില് സെറ്റ് ചെയ്യാല് ഫസ്റ്റ് എലമെന്റ്, അതായത് 1ന് 2 ഇമേജ് ബിയിലുള്ളത് കൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന റിലേഷൻ എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ റീസൺ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ദ എലമെന്റ് 1 in A has 2 images. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് റിലേഷൻ നോക്കിക്കേ. നെക്സ്റ്റ് റിലേഷനില് 1ന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? 1നും 2നും 3ക്കും എന്തുണ്ട്? ഇമേജ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയി. സെറ്റ് ചെയ്യാൻ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. സെറ്റ് ചെയ്യാല് 1ന്റെ ഇമേജ് എന്ന് പറയുന്നത് എ ആണ്, 2ന്റെ ഇമേജ് എന്ന് പറയുന്നതും എ ആണ്, ദെൻ 3ന്റെ ഇമേജ് എന്താണ്? ബി ആണ്. അപ്പൊ എന്താണ്? എല്ലാ എലമെന്റ്സിനും ഓൺലി 1 ഇമേജേ ഉള്ളൂ. അപ്പൊ എന്താണ്? രണ്ട് കണ്ടീഷനും എന്തായി? സാറ്റിസ്ഫൈഡ് ആയി. എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്, എല്ലാ എലമെന്റ്സിനും ഓരോ ഇമേജസേ ഉള്ളൂ. സോ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. സോ ഗിവൺ ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഇനി ഇങ്ങനെ നമുക്ക് സെറ്റ് ആയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാഫിക്കലി ആണ് ഒരു ഫംഗ്ഷൻ കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ആണോ എന്നുള്ളത്, അത് ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്നാണ് ആ ഒരു ടെസ്റ്റിന് പറയുക. അതായത് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് ഗ്രാഫിക്കൽ മോഡലിലാണെന്നുണ്ടെങ്കിൽ, അതൊരു ഗ്രാഫാണ്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ട് അത് ഫംഗ്ഷൻ ആണോ റിലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അപ്പൊ അത് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ ടെസ്റ്റ് ആണ് എന്ത്? വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഈ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഗ്രാഫില് നമ്മൾ വെർട്ടിക്കലി ലൈൻസ്, ചെറിയ ചെറിയ ലൈൻസ് വരയ്ക്കുമ്പോൾ അത് ഗ്രാഫിലെ എത്ര പോയിന്റ്സ് പാസ് ചെയ്യുന്നുണ്ട് നോക്കാം. ഓൺലി 1 പോയിന്റ് മാത്രമാണ് അത് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കാം, ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ പരാബോളന്റെ ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാനൊന്ന് റീഡ്രോ ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മളെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പൊ ഇതാണ് നമ്മളെ ഗ്രാഫ്. എക്സ് ആക്സിസും വൈ ആക്സിസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടത്, ഈ ഗ്രാഫിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യാണ്. ഇവിടെ നോക്കിക്കേ, ഈ എല്ലാ വെർട്ടിക്കൽ ലൈൻസ് നോക്കുകയാണെങ്കിലും എല്ലാ വെർട്ടിക്കൽ ലൈൻസും ഗ്രാഫിലെ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ നോക്കിക്കേ, ഈ ഒരു വെർട്ടിക്കൽ ലൈന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇത്. ഓക്കെ, ഈ ഒരു ലൈന് ആകെ ഈ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ സെക്കൻഡ് ലൈന് നോക്കിക്കേ, അതും ഗ്രാഫിൽ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. എക്സ് ആക്സിസിൽ പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ ഡ്രോ ചെയ്ത ഗ്രാഫില് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കേ, ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ ലാസ്റ്റ് ലൈനും ഒരു പോയിന്റിൽ മാത്രമേ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ ഗിവൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇതാണ് നമ്മൾ എന്ത് ടെസ്റ്റിൽ പറയുന്നത്? വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റിൽ പറയുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.
ഇവിടെ നോക്കിക്കേ, നേരത്തെ റീസൺ കൊടുക്കുന്നത് എവറി ലൈൻ കട്ട്സ് ദ ഗ്രാഫ് ഓൺലി അറ്റ് വൺ പോയിന്റ് ഹെൻസ് ഗിവൺ ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ള ഒരു ഗ്രാഫ് നോക്കിക്കേ, ഞാനൊന്ന് റീഡ്രോ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് വരച്ചു, ദെൻ വൈ ആക്സിസ്. ഓക്കെ, ദെൻ ഗ്രാഫ് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? സോറി, നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഡ്രോ ചെയ്തു. ദെൻ നമ്മൾ ഗ്രാഫ് പോയിട്ടുള്ളത്, ഓക്കെ, ഇങ്ങനെ ഒരു മാനറിലാണ് നമ്മൾ ഗ്രാഫ് പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി? അത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വെർട്ടിക്കൽ ലൈൻസ് വരച്ച് നോക്കണം. അപ്പൊ ഓരോ വെർട്ടിക്കൽ ലൈൻസ് ഞാൻ വരക്കുകയാണ്. നോക്കിക്കേ, ഓരോ വെർട്ടിക്കൽ ലൈൻസും വരച്ചതില് അത് ഗ്രാഫിൽ എത്ര പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു നോക്കിയേ. ഇവിടെ ഫസ്റ്റ് ലൈൻ വരച്ചതിൽ ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ അഗൈൻ ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെന്താണ്, മോർ ദാൻ വൺ പോയിന്റ്സിലൂടെ ഈ വെർട്ടിക്കൽ ലൈൻ എന്താ ചെയ്യുന്നുണ്ട്? ഗ്രാഫിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ ലൈനിന്റെ കേസിലും ഉണ്ട്, ഇവിടെയുണ്ട്. സെക്കൻഡ് ലൈൻ വരച്ചതിലും അതുപോലെ കുറെ ലൈൻസ് പോയിന്റ്, അതായത് 4 പോയിന്റ്സിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അതായത് മോർ ദാൻ വൺ പോയിന്റിലൂടെ എന്താകുന്നുണ്ട്? നമ്മളെ വെർട്ടിക്കൽ ലൈൻ പാസ് ചെയ്ത് പോവാണ്. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. നോക്കിക്കേ, ഈ ഒരു ഗ്രാഫിലായാലും നമ്മളെ ഗ്രാഫ് എങ്ങനെയാണ്? നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതൊരു പരാബോളയാണ്, പക്ഷെ ഹൊറിസോണ്ടലി ആണ് ഇത് അലൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു. നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യണം. അപ്പൊ വെർട്ടിക്കൽ ലൈൻസ് ഞാൻ വരക്കുകയാണ്. സോ എത്ര പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിക്കേ, ഗ്രാഫില് 2 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ വെർട്ടിക്കൽ ലൈൻ. സോ ഇതും എന്താണ്? അപ്പോ ഇതും നോട്ട് എ ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്? നമ്മളെ വെർട്ടിക്കൽ ലൈൻ മോർ ദാൻ വൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മോഡെക്സിന്റെ ഗ്രാഫാണ്. അതിൽ നോക്കിക്കേ, നമ്മളെ ഗ്രാഫ് മോഡെക്സിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗ്രാഫ് ഇങ്ങനെ ഒരു വി ഷേപ്പിലൊരു ഗ്രാഫ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യാണ്. നോക്കിക്കേ, എല്ലാ കേസിലും വെർട്ടിക്കൽ ലൈൻസ് ഓൺലി വൺ പോയിന്റിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പോയിന്റിലേ ഉള്ളൂ, ഇവിടെ ഒരു പോയിന്റിലേ ഉള്ളൂ. എല്ലാ ലൈൻസിലും ഓൺലി വൺ പോയിന്റിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വെർട്ടിക്കൽ ലൈൻ പാസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് മനസ്സിലായല്ലേ? വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്താണ്? നമ്മളെ ഗ്രാഫിലൂടെ വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യുക. നമ്മൾ ഡ്രോ ചെയ്യുന്ന ഗ്രാഫ് വെർട്ടിക്കൽ ലൈൻസ് എത്ര പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നോക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് ഒരു ഗ്രാഫാണ്. അതായത് y ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. y ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫിൽ നോക്കിക്കേ, ഒരു സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. ഓക്കെ,
ദെൻ നമ്മൾ എന്ത് ചെയ്യും, വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യുമ്പോൾ എത്ര പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓൺലി 1 പോയിന്റിലൂടെ മാത്രമാണ് ഇവിടെ നോക്കിക്കേ പാസ് ചെയ്തു പോകുന്നത്. നമ്മളെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അതിൽ ഈ വെർട്ടിക്കൽ ലൈന് മീറ്റ് ചെയ്യുന്ന എല്ലാ വെർട്ടിക്കൽ ലൈനും ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതും എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. മനസ്സിലായി? ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി കാണിക്കാം. ലാസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഗ്രാഫ് നോക്കിയിട്ട് നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫാണ്. സൈൻ എന്ന് പറയുന്നത് ഓൾറെഡി ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം, എങ്കിലും നമ്മളെ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് വഴി നമ്മളത് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ്, സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യാണ്. വെർട്ടിക്കൽ ലൈൻസ് എത്ര പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നോക്കിക്കേ. എല്ലാ വെർട്ടിക്കൽ ലൈൻസും ഒരൊറ്റ പോയിന്റിലൂടെ മാത്രമാണ് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പറയാം, കൺഫോംലി നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ ആവാനുള്ള രണ്ട് കണ്ടീഷൻസ് നമ്മൾ കണ്ടു. ദെൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷനിൽ നമ്മൾ റിലേഷനിൽ കണ്ട ഡൊമൈന്, കോഡൊമൈന്, റേഞ്ച്, ഇതൊക്കെ ഫംഗ്ഷനിൽ എങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മളിപ്പോ ഫംഗ്ഷന് നമ്മളെന്ത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അങ്ങനെ ഇപ്പൊ നമ്മള് ചെക്കിങ്ങിൽ കണ്ടില്ലോ, നമ്മൾ ഫംഗ്ഷന് ചിലപ്പോൾ നമുക്ക് എന്തായിട്ട് തരാം, ഗ്രാഫ് ആയിട്ട് തരാം, അല്ലെങ്കിൽ സെറ്റിന്റെ മോഡലിൽ തരാം. അപ്പോ നമ്മള് നേരത്തെ കണ്ട റിലേഷനിൽ നമ്മൾ പറഞ്ഞ ഡൊമൈന്, കോഡൊമൈൻ, റേഞ്ച്, അങ്ങനെ ഒന്നല്ല നമ്മൾ എന്ത് പറയാ, ഫംഗ്ഷന്റെ കേസിൽ അതിനൊക്കെ വേറൊരു നെയിമിങ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഒരു ഗ്രാഫ് ഞാൻ ഡ്രോ ചെയ്യാണ്. നമ്മളെ y ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ഡൊമൈൻ, ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അതിന് എന്തുണ്ടാവും, ഇപ്പൊ നമ്മളൊരു ഗ്രാഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ ഉണ്ടാവും, എക്സിന്റെ വാല്യൂസുകൾ കുറെ ഉണ്ടാവും. ഈ എക്സിന് റിലേറ്റഡ് ആയിട്ട് വൈന്റെ വാല്യൂസുകൾ ഉണ്ടാവും. സോ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അങ്ങനെയാണ് നമുക്ക് എന്ത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂകളോ വൈന്റെ വാല്യൂസും ഉണ്ടാവും. സിമിലർലി താഴോട്ടേക്കും ഈ ഒരു സംഭവം ഉണ്ടാവും ആണല്ലോ, എക്സ് വാല്യൂസും വൈ വാല്യൂസും ഉണ്ടാവും. അപ്പൊ ഒരു ഗ്രാഫിലെ ഈ എക്സ് ആക്സിസിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, ഡൊമൈൻ ആക്കി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡൊമൈനെ നമ്മൾ എക്സ് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻപുട്ട് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ പ്രീ ഇമേജ് എന്ന് പറയാം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് എക്സ് ആക്സിസ് കവേർഡ് ബൈ എ ഗ്രാഫ്. ഒരു ഗ്രാഫിന്റെ കേസിൽ എക്സ് ആക്സിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫംഗ്ഷനിലെ ഡൊമൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് നമ്മൾ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ, നമ്മൾ റിലേഷനിൽ ഡൊമൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം ഫംഗ്ഷനിൽ വരുമ്പോൾ ഒന്നെങ്കിൽ അതിനെ എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രീ ഇമേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയും. ഓക്കെ, ദെൻ റേഞ്ച് എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും റേഞ്ച്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിലെ വൈ വാല്യൂസ് ആണ്, വൈ ആക്സിസിൽ വരുന്ന വാല്യൂസ് ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാഫ്, ഒരു ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഔട്ട്പുട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയും. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡൊമൈനിനെ എക്സ്, ഇൻപുട്ട്, പ്രീ ഇമേജ് എന്നൊക്കെ പറയും. സെയിം നമ്മൾ റേഞ്ചിനെ എന്ത് പറയും, വൈ, അല്ലെങ്കിൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയും. അതിന്റെ ഗ്രാഫിക്കലി ഞാൻ കാണിക്കാം, ഗ്രാഫിക്കലി അല്ല ഡയഗ്രമാറ്റിക്കലി ഞാനൊന്ന് കാണിക്കാം.
ഇവിടെ നോക്കിക്കേ. അപ്പൊ നമ്മളൊരു സെറ്റിന്റെ മോഡലിൽ നമ്മൾ എഴുതുന്നതാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഡൊമൈനിന്റെ നെയിമുകളാണ് ഒന്നെങ്കിൽ ഡൊമൈൻ എക്സ് എന്നുള്ള എക്സ് ആയിട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ പ്രീ ഇമേജ്, അല്ലെങ്കിൽ ഇൻപുട്ട്. ദെൻ കോഡൊമൈന്, നമുക്കറിയാം കോഡൊമൈൻ പറഞ്ഞാൽ എന്താണ്. നമ്മൾ കോഡൊമൈൻ പറഞ്ഞാൽ സെറ്റ്, നമ്മളിപ്പോ ഏന്ന് ഒരു സെറ്റ് എയും സെറ്റ് ബിയും ഉണ്ട്. ദെൻ നമ്മൾ ഇവിടെ റിലേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എനെ നമ്മൾ എന്ത് പറയും, സോറി, ഏലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഏല എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡൊമൈൻ, സോറി, ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈന്. ദെൻ സെറ്റ് ബിനെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എല്ലാ എലമെന്റ്സും സെറ്റ് എയിലെ എലമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആവില്ല. ചില എലമെന്റ്സ് മാത്രം സെറ്റ് എയിലെ എലമെന്റ്സിനായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ സെറ്റ് എനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ബിയിലെ എല്ലാ എലമെന്റ്സിന്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡൊമൈൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡയഗ്രമാറ്റിക്കലി വരച്ചപ്പോൾ കോഡൊമൈന്റെ ഉള്ളിലായിട്ട് റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സെറ്റാണ്. ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, റേഞ്ച് ഉണ്ടാവുക. അല്ല, അതായത് കോഡൊമൈനിൽ എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കണം എന്നില്ല, റേഞ്ച് ആയിരിക്കണം എന്നില്ല. ബട്ട് ചില ടൈമിൽ എന്തായിരിക്കും, റേഞ്ചും കോഡൊമൈനും സെയിം ആയിരിക്കും. അതായത് സെറ്റ് ബിയിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവും, സെറ്റ് എയില് ഒരു ഇമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ കോഡൊമൈൻ ഒരു സെറ്റാണ്, അതിന്റെ സബ്സെറ്റ് ആയിട്ടാണ് എന്ത് വരിക, റേഞ്ച് വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, കോഡൊമൈൻ എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ കേസിലായാലും റിലേഷന്റെ കേസിലായാലും കോഡൊമൈൻ നമ്മൾ കോഡൊമൈൻ തന്നെ പറയാം. ബട്ട് റേഞ്ചിനും ഡൊമൈനും ആണ് വ്യത്യാസം വരുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ y എന്ന് പറയും, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ വേർഡ്സും ഫംഗ്ഷനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ റിലേഷന്റെ കേസിൽ പറഞ്ഞ പോലെ, റിലേഷന്റെ കേസിൽ നമ്മൾ ഒരു 3 or 4 ടൈപ്സ് റിലേഷൻ നമ്മൾ കണ്ടു. ദാറ്റ് മീൻസ് റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ദെൻ ട്രാൻസിറ്റീവ് റിലേഷൻ. ദെൻ 3 കണ്ടീഷൻസും ഒബേ ചെയ്യുന്ന എന്താണ്, ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ. സെയിം സംഭവം ഫംഗ്ഷന്റെ കേസിൽ വരുന്നുണ്ട്. ഫംഗ്ഷനിലും എന്തുണ്ട്, ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 2 രീതിയിലാണ്. അപ്പോ ഒരു ഫസ്റ്റത്തെ മാനറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 2 സംഭവം ഉണ്ട്. അതായത് ഫസ്റ്റ് 2 രീതിയിലായിട്ടാണ് നമ്മൾ എന്തായിരിക്കുന്നത്, ഫംഗ്ഷനെ നമ്മൾ എന്താക്കിയിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് രീതിയിൽ നമ്മൾ പറയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ അത് ഫംഗ്ഷന് 1 1 ആവാം, അല്ലെങ്കിൽ മെനി 1 ആവാം. സെക്കൻഡ് കേസിലാണെങ്കിൽ ഒന്നെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ആവാം, ഇൻ ടു ആവാം. അപ്പൊ എന്താണ് 1 1, എന്താണ് വിൻ 1, അല്ലെങ്കിൽ എന്താണ് ഓൺ ടു ഫംഗ്ഷൻ, എന്താണ് ഇൻ ടു ഫംഗ്ഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് നോക്കാം. ഒരു ഫംഗ്ഷൻ 1 1 ആവുന്നത് എങ്ങനെയാണ്, മെനി 1 ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ 1 1 ആവാനുള്ള കണ്ടീഷൻ പറയാം. 1 1 ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോൾ നമ്മളൊരു റിലേഷന് എടുക്കുകയാണ്. അത് നമ്മളിപ്പോൾ എന്താണ് നോക്കുന്നത്, 1 1. ജസ്റ്റ് ഞാൻ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി 1 1 ഓർ ഇൻജെക്റ്റീവ്. അതായത് 1 1 ഫംഗ്ഷന്റെ മറ്റൊരു നെയിം ആണ് ഇൻജെക്റ്റീവ്.
ഒരു ഫംഗ്ഷൻ വൺ ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് എലമെന്റ്സ്, അതായത് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജ് സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കണം. അതാണ് വൺ ആവാനുള്ള കണ്ടീഷൻ. നമ്മൾ നേരത്തെ കണ്ടതിലൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, ഫസ്റ്റ് സെറ്റിലെ ഒന്നോ രണ്ടോ എലമെന്റ്സിന് സെയിം ഇമേജ് ആയിരിക്കും സെറ്റ് ബിയിലുള്ളത്. അപ്പൊ അത് എന്ന് പറയുമ്പോൾ എന്താണ്, വൺ ആവില്ല. വൺ ആവണം എന്നുണ്ടെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജ് ബിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത് നമ്മളൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മള് ജസ്റ്റ് നമ്മൾ സെറ്റ് എ ആണ്, സെറ്റ് ബി ആണ്. ഓക്കെ, നമ്മളിതിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എലമെന്റ്സ് ഏതൊക്കെയാന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒരു ഡോട്ടഡ് ആയിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടായിരിക്കണം? ഡിഫറെന്റ് ഇമേജസ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കേ, എല്ലാ എലമെന്റ്സിനും സെറ്റ് എയിലെ, അതായത് കോഡൊമൈനിന്റെ എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്തുണ്ട്? ഇമേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എല്ലാത്തിനും ഡിഫറെന്റ് ഇമേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പോയിന്റിലേക്ക് മാത്രമേ റിലേറ്റഡ് ആയിട്ടുള്ളൂ. ഈ ഒരു പോയിന്റ് ഓൺലി വൺ പോയിന്റിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൂ. ദെൻ എല്ലാ പോയിന്റ്സും ഡിഫറെന്റ് പോയിന്റിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൺ ഫംഗ്ഷൻ ആണ്. ഞാൻ ഫംഗ്ഷന് ജസ്റ്റ് ഷോർട്ട് ആയിട്ടൊന്ന് എഴുതാണ്, f⁻n എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊരു വൺ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഫംഗ്ഷൻ വൺ ആവും, അല്ലെങ്കിൽ എന്താണ്, മെനി വൺ ആവും എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. വൺ അല്ലെങ്കിൽ മെനി വൺ. അപ്പൊ ഇത് മെനി വൺ ആവുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഈ തേർഡ് പോയിന്റ് ഇവിടേക്ക് റിലേറ്റഡ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണും ഇതേ പോയിന്റിലേക്ക്. ദെൻ ലാസ്റ്റ് 3 എലമെന്റ്സ് നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ഞാൻ ഡ്രോ ചെയ്തതില് ലാസ്റ്റ് 3 എലമെന്റ്സ് എന്താണ്? ലാസ്റ്റ് 3 എലമെന്റ്സ് ഒരേ പോയിന്റിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മളെ ഫംഗ്ഷന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് സെറ്റില് അല്ലെങ്കിൽ ഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? ബിയില് ഇമേജസ് ഉണ്ട്. ബട്ട് ലാസ്റ്റ് 3 എലമെന്റ്സിന്റെ ഇമേജസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനെ നമ്മൾ എന്ത് പറയും? ഈ ഒരു കണ്ടീഷനിൽ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? മെനി വൺ ഫംഗ്ഷൻ ആണെന്ന് പറയും. അതായത് മോർ ദാൻ വൺ എലമെന്റ്സിന് സെയിം ഇമേജ് ഉണ്ടാവുക. ഡൊമൈനില് ഒന്നിലേറെ എലമെന്റ്സിന് ബിയില് അല്ലെങ്കിൽ കോഡൊമൈനില് സെയിം ഇമേജ് ഉണ്ടാവുക. അപ്പൊ ഞാൻ എലമെന്റ്സ് വെച്ചിട്ട് കാണിക്കാം, അതായിരിക്കും പോയിന്റിലേറെ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ ഒന്നുകൂടി. അപ്പൊ ഞാന് 1 2 3 4 എ ബി സി ഡി. ഇപ്പൊ 1 എന്ന് പറയുന്നത് എ നായിട്ട് റിലേറ്റഡ്, 2 എന്ന് പറയുമ്പോൾ ബി നായിട്ട് റിലേറ്റഡ്, ദെൻ 3 എന്ന് പറയുന്നത് സി, 4 എന്ന് പറയുന്നത് ഡി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എല്ലാ എലമെന്റ്സിനും എന്താണ്? ഡിഫറെന്റ് ഇമേജസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അങ്ങനെ ആകുമ്പോൾ ഇത് എന്താവും? വൺ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പൊ ഇതാണ് വൺ. ഇനി ഇത് മെനി വൺ ആവുന്നത് എപ്പോഴാന്നുള്ളത് ഒന്ന് കാണിക്കാം. മെനി വൺ ആവുമ്പോ എന്താണ്? ത്രീയും ബിനായിട്ടാണ് റിലേറ്റഡ്, 4ഉം ബിനായിട്ടാണ് റിലേറ്റഡ്. ഇവിടെ നോക്കിക്കേ, വണ്ണിന് മാത്രമേ ഒരു ഡിഫറെന്റ് ഇമേജ് ഉള്ളൂ. 1 എനായിട്ട് റിലേറ്റഡ് ആണ്, വേറെ ആരായിട്ടും റിലേറ്റഡ് അല്ല. പക്ഷെ 2ഉം 2,3,4 ഇവ 3 പേർക്കും ഒരു ഇമേജേ ഉള്ളൂ. അതെന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. അതായത് ഒന്നിലേറെ
എലമെന്റ്സ് എന്താണ് സെയിം ഇമേജിലാണ് ഉള്ളത്, സെയിം ഇമേജ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കാര്യം ക്ലിയർ ആവും. ഞാനൊന്ന് എക്സാമ്പിൾസ് കാണിക്കാം. നോക്കിക്കേ, ഇവിടെ എല്ലാ പോയിന്റ്സിനും എന്തുണ്ട്, ഇമേജ് ഉണ്ട്. ബട്ട് എല്ലാ പോയിന്റ്സും എന്തൊക്കെയാണ്, ഡിഫറെന്റ് ഇമേജസിലേക്കാണ്, ഡിഫറെന്റ് എലമെന്റിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് എല്ലാ എലമെന്റ്സിനും സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും സെറ്റ് ബിയില് ഡിഫറെന്റ് ഇമേജസ് ആണുള്ളത്. സോ ഇതെന്താണ്, ഒരു 1 ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കേസിൽ നോക്കിക്കേ, എല്ലാ എലമെന്റ്സും എന്താണ്, എല്ലാ എലമെന്റ്സിനും എന്താണുള്ളത്, ഡിഫറെന്റ് ഇമേജസുകൾ ഉണ്ട്. ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാതും ഡിഫറെന്റ് എലമെന്റ്സിനായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, എല്ലാവർക്കും ഡിഫറെന്റ് ഇമേജസ് ആണുള്ളത്. സോ ഇതും എന്താണ്, ഒരു 1 ഫംഗ്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഈ ഒരു കേസിൽ നോക്കിക്കേ, ഫസ്റ്റത്തെ പോയിന്റിന് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. ദെൻ ലാസ്റ്റ് 3 പോയിന്റ്സുകളും ഒറ്റ ഒരു പോയിന്റിലേക്കാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് ഇവർക്ക് മൂന്നാൾക്കുള്ളത് ഇമേജ് എന്ന് പറയുന്നത് ഒറ്റ ഒന്ന് മാത്രമാണ്. ഒരു സെയിം ഇമേജ് ആണ് ഇവർ മൂന്നാളും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്, മെനി വൺ റിലേഷൻ ആണ്. എല്ലാവർക്കും ഡിഫറെന്റ് ആളാണെങ്കിൽ 1 ഒന്നിലേറെ ആൾക്കാർക്ക് സെയിം ആളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് മെനി വൺ ആണ്. ഇത്രയേ ഉള്ളൂ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഒരു 2 കേസും കൂടി കാണിക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് ഡയഗ്രത്തിൽ നോക്കിക്കേ, ഈ 2 എലമെന്റ്സും ഈ ഫസ്റ്റത്തെ എലമെന്റിനായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ എന്താണ്, ഇത് പറയണ ഒന്നിലേറെ എലമെന്റ്സ് സെയിം ഇമേജ് പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അതെന്ന് പറയുന്നത് മെനി വൺ ആണ്. ഇനി ലാസ്റ്റ് ഒരു ഡയഗ്രത്തിലേക്ക് നോക്കിക്കുക. ആ ഡയഗ്രത്തിൽ എല്ലാ എലമെന്റ്സും എന്താണ്, ഒരൊറ്റ ഇമേജ് ഒരു സെയിം ഇമേജ് ആണ് പൊസസ് ചെയ്യുന്നത്. സോ ഇതും എന്താണ്, ഒരു മെനി വൺ ആണ്. ഇപ്പൊ നമ്മള് ഡയഗ്രമാറ്റിക്കലി നോക്കിയിട്ട് എങ്ങനെയാണ് 1 ആണോ മെനി വൺ ആണോ എന്ന് നമ്മൾ കാണുന്നതാണ് ഇപ്പൊ പഠിച്ചത്. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ പ്രൂഫ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നോക്കിക്കേ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് R to R എന്ന് പറയുന്നത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആവുന്നതാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് റിയൽ നമ്പറിന് റിയൽ നമ്പറിലേക്ക് തന്നെയാണ്. ദെൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, 5x + 2. ഇത് ഒരു 1 ഫംഗ്ഷൻ ആണെന്ന് ഷോ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോ അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാല്, നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് പറയാണ് അതൊരു 1 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റിയൽ നമ്പർ ടു റിയൽ, അതായത് R to R ആണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, f(x) = 5x + 2 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 1 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അസ്യൂം ദാറ്റ് f(x1) = f(x2). ഇവിടെ ഇപ്പോ നമ്മൾ പുട്ട് ചെയ്യുന്ന ഐഡിയ എന്താന്ന് പറഞ്ഞാല്, f(x1) f(x2) അങ്ങനെ എക്സിന്റെ 2 വാല്യൂന് ഫംഗ്ഷൻ നമ്മൾ നോക്കുമ്പോൾ അത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈ നമ്മൾ രണ്ടിന്റെ വാല്യൂ ഈക്വൽ ആവുകയാണ്. ഇവിടെ ഇപ്പൊ f(x1) എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഫംഗ്ഷനിൽ എക്സിന് പകരം x1 പുട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ഇമേജ് കാണും. ദെൻ f(x2) എന്ന് പറയുമ്പോൾ ഫംഗ്ഷനിലെ എക്സിന് പകരം x2 പുട്ട് ചെയ്യും, ദെൻ അതിനൊരു ഇമേജ് കാണും.
അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു സൈൻ കൊടുക്കുമ്പോൾ രണ്ട് കേസിലും കിട്ടുന്ന ഇമേജ് എന്താണ്? സെയിം ആണ്. അതായത് രണ്ട് ഇമേജും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് വാല്യൂസും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ 1 1 ആവുമ്പോൾ എന്താണ്? ഒരു എലമെന്റിന് ഒരു എലമെന്റ്, അങ്ങനെയാണ് അത് ആ റിലേഷൻ വരുന്നത്. ഒരു എലമെന്റിന് മോർ ദാൻ 1 ഇല്ല. മോർ ദാൻ 1 ഉണ്ടാവുമ്പോൾ എന്തായാലും ഫംഗ്ഷൻ ആവൂല. ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഇവിടെ പുട്ട് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. എങ്ങനായാലും ഇമേജ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കോഡൊമൈനിൽ അല്ലെങ്കിൽ ഇമേജ് സെയിം ആണെങ്കിൽ പ്രീ ഇമേജും സെയിം ആയിരിക്കും. അതാണ് എന്ത് ഇവിടെ നമ്മൾ പുട്ട് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. f(x1) = f(x2) നമ്മൾ പുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഹിഡൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇമേജ് സെയിം ആണെന്നുണ്ടെങ്കിൽ, ഇമേജ് 1 = ഇമേജ് 2 ആണെന്നുണ്ടെങ്കിൽ ദെൻ ഫ്രീ ഇമേജ് 1ഉം ഫ്രീ ഇമേജ് 2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോ ഇമേജ് പ്രീ ഇമേജ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇമേജ് എന്ന് പറയുന്നത് y ആണ്. y1 = y2 ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഇമേജ് എന്താണ് നമ്മൾ എടുത്തിന്? x1 = x2. നമ്മൾ നേരത്തെ കണ്ടു. ഡൊമൈനെയാണ് നമ്മൾ എക്സ് അല്ലെങ്കിൽ പ്രീ ഇമേജ് എന്നൊക്കെ പറയുന്നത്. റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? y അല്ലെങ്കിൽ ഇമേജ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ ആണ്. if y1 = y2, then obviously x1 = x2 ആയിരിക്കും. അതാണ് നമ്മളിവിടെ പുട്ട് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്യൂം f(x1) = f(x2). എന്നിട്ട് നമ്മളെ ഈ ഫംഗ്ഷന് ഈ ിലുള്ള 5x+2 അതില് ഇവിടെ f(x1) എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 5x+2 എക്സിന് പകരം നമ്മൾ x1 പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് f(x) 5x+2 ആണെന്നുണ്ടെങ്കിൽ f(1) എങ്ങനെ നമ്മൾ കാണുക? f(1) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 1 പുട്ട് ചെയ്യും. അപ്പൊ 5 × 1 + 2 നമുക്ക് എന്ത് കിട്ടും? 7. സിമിലർലി നമ്മൾ f(x1) എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവിടെ എക്സിന് പകരം എന്ത് ചെയ്യണം? x1 പുട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 5x1 + 2 = ഇവിടെ f(x2) എന്ന് പറഞ്ഞാൽ എക്സിന് പകരം x2 പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ 5x2 + 2. ഇവിടെ നോക്കിക്കേ, രണ്ട് സൈഡിലും +2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് മാറ്റാം. അതെങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്? നമ്മൾ ഈ +2നെ ഈ ഈക്വൽ ടു സൈനിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഈ +2 ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് എന്താവും? ഇവിടെ വന്നിട്ട് -2 എന്നാവും. അപ്പൊ നമുക്ക് +2 -2 വന്നിട്ട് ഈ രണ്ട് ടേമും കൂടി ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഈക്വൽ ടു രണ്ട് സൈഡിലും സെയിം സംഭവം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയുന്നതിന്റെ 5x+2 5x1 + 2 then 5x2 + 2 then ഈ 2ഉം 2ഉം നമ്മൾ ക്യാൻസൽ ആയി. then നമുക്ക് എന്താ കിട്ടിയത്? 5x1 = 5x2. ഓക്കെ, ഞാൻ മുകളിലുള്ളത് ഒന്ന് മാറ്റാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടിയത്? 5x1 = 5x2. ഇപ്പോഴും ഒന്ന് നോക്കിക്കേ, ഈക്വൽ ടു സൈഡിന്റെ രണ്ട് സൈഡിലും 5 ഉണ്ട്. അപ്പൊ ആ 5ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ക്യാൻസൽ ആവുന്നത്? നമ്മൾ 5x1 = 5x2. ഇവിടെ നോക്കിക്കേ, 5x2 എന്ന് പറയുന്നത് എന്താണ്? 5 × x2 ആണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള ഈ 5 ഈക്വൽ ടു സൈഡിന്റെ ഇപ്പുറം പോകുമ്പോ എന്താവും? 5 ഡിവിഷൻ ആവും. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടുന്ന് ഞാൻ ഈ 5നെ ഇവിടെ മാറ്റിയിട്ട് ഈക്വൽ ടു സൈനിന്റെ അപ്പുറം പോകുമ്പോ എന്താ ഉണ്ടാവുക? ഇവിടെ /5 എന്ന് വരും. അപ്പൊ 5x1 / 5 = x2 എന്ന് കിട്ടും.
അപ്പൊ ഇവിടെ 5/5 എന്താണ്? 5 ഡിവൈഡ് ബൈ 5 എന്തായിരിക്കും? ഇത് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു x1 വരൂലേ? 1 ഇൻറ്റു x1 എന്താണ്? x1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 5ഉം കൂടി നമ്മൾ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് ഈ 5ഉം ക്യാൻസൽ ആയത്. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയത് എന്താണ്? +2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -2 ആവും. അപ്പൊ +2 -2 ആവുമ്പോ എന്താണ്? 0 ആണ്. ഇവിടെ ഇപ്പോ 5ഉം 5ഉം ക്യാൻസൽ ചെയ്തത് എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള 5 ഈക്വൽ ടു സൈഡിന്റെ ഇപ്പുറം വരുമ്പോൾ അത് ഡിവിഷൻ ആയി മാറും. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എന്താണ്? 1. ദെൻ 1 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ x1. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഇതാണ്. സോ x1 ഈക്വൽ ടു x2 ആയതുകൊണ്ട് എന്താണ്? നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ 1 ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടൊന്ന് നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മൾ എന്താ പറഞ്ഞേ? നമ്മളെ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x + 2 ആണ്. നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തു. സോ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം x1 പുട്ട് ചെയ്തു. സോ 5x1 + 2. ദെൻ എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം x2 പുട്ട് ചെയ്തു. സോ 5x2 + 2. ദെൻ +2 ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു +2 ഉണ്ട്, രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്തു. സോ 5x1 ഈക്വൽ ടു 5x2 എന്ന് വന്നു. ദെൻ ഈക്വൽ ടു സൈഡിന്റെ രണ്ട് ബോത്ത് സൈഡിലും എന്തുണ്ട്? സിമിലർ റൈറ്റ് എന്തുണ്ട്? 5 ഉണ്ട്. സോ 5ഉം 5ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ ബാക്കി ആരേ ഉള്ളൂ? x1ഉം x2ഉം തന്നെ ഉള്ളൂ. സോ x1 ഈക്വൽ ടു x2 ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലും ഞാനത് കാണിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ലെറ്റ് എ ഈക്വൽ ടു r-3, അതായത് റിയൽ നമ്പറിന് 3 പറഞ്ഞ എലമെന്റ് അതിന് റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി എലമെന്റ്സ്, അതാണ് സെറ്റ് എ എന്ന് പറയുന്നത്. സെറ്റ് ബി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് r-set 1, അതായത് റിയൽ നമ്പറിന് 1 എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമില്ല, ബാക്കി റിയൽ നമ്പറിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. കൺസിഡർ ഫംഗ്ഷൻ എ ടു ബി. ദെൻ എ ടു ബിയിലേക്ക് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x-2 ഡിവൈഡ് ബൈ x-3 ആണ്. ഇതൊരു 1 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സംഭവം അസ്യൂം ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യാണ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുത്തു. ദെൻ എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം x1 പുട്ട് ചെയ്തു. സോ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x-2 ഡിവൈഡഡ് ബൈ x-3 ആണ്. അപ്പൊ എക്സ് ഓഫ് x1 എന്ന് പറയുന്നത് x1-2 ഡിവൈഡഡ് ബൈ x1-3. ദെൻ എഫ് ഓഫ് x2 സിമിലർലി നമ്മൾ എക്സിന് പകരം എന്ത് ചെയ്യും? x2 പുട്ട് ചെയ്ത് കൊടുക്കും. ദെൻ x2-2 ഡിവൈഡഡ് ബൈ x2-3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് രണ്ടിനും നമ്മൾ അതായത് ഇവിടെ ഒരു ടേം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉള്ള ടേമുകൾ നമ്മൾ എന്താക്കുക? ഒരു ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെയുള്ള x2 അതായത് രണ്ടിന്റെയും ഡിനോമിനേറ്ററിലുള്ള സംഭവങ്ങൾ ഈക്വൽ ടു സൈഡിന്റെ അപ്പുറം കൊണ്ടുപോകും. അപ്പൊ ഡിനോമിനേറ്ററിലുള്ളത് ആരാണ്? ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള സംഭവത്തിനെ നമ്മൾ ഈക്വൽ ടു സൈഡിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താവും? അത് മൾട്ടിപ്ലിക്കേഷനിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? അപ്പോൾ ഈ x2-3നെ ഞാൻ ഇങ്ങോട്ടേക്കും x1-3നെ ഞാൻ ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x1-2 ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ള x2-3 ഇപ്പുറം പോകുമ്പോൾ എന്താവും? x1-2നേറ്റും x2-3 മൾട്ടിപ്പിൾ ചെയ്തിട്ട് വരും. സിമിലർലി ഈ x1-3നെ ഞാൻ ഈക്വൽ ടു സൈഡിന്റെ ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? x2-2 ഇൻറ്റു x1-3 വന്നു.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോറി, എല്ലാ എലമെന്റ്സിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് നമ്മൾ എങ്ങനെ ചെയ്യാ? അപ്പൊ എന്താണ് x1 ഇൻറ്റു x2, അതാണ് ഇവിടെ x1 x2 എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ ഇവിടെ എന്താ ഉള്ളത്? 3ന്റെ സൈൻ എന്താണ്? മൈനസ്. സോ നമ്മൾ മൈനസ് x1 ഇൻറ്റു 3, അതാണ് 3x1 എന്ന് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ നോക്കിക്കേ 2 ഇൻറ്റു x2 എന്നാണ്, പക്ഷെ 2ന്റെ സൈൻ എന്തായി? മൈനസ് ആണ്. സോ മൈനസ് 2 ഇൻറ്റു x2 നമ്മൾ എന്ത് എഴുതി? 2x2. ദെൻ ഇവിടെ നോക്കിക്കേ മൈനസ് 2 ഇൻറ്റു മൈനസ് 3, മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. സോ നമ്മൾ പ്ലസ് 2 ഇൻറ്റു 3 എത്രയാണ്? 6. ഇവിടെ പ്ലസ് വരാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കേസിലൊക്കെ എന്തേ ഉള്ളൂ? ഇവിടെ x1ഉം x2ഉം പോസിറ്റീവ് ആണ്. സോ അവിടെ സൈനിന്റെ എന്ത് വരുന്നില്ല? കൺഫ്യൂഷൻ വരുന്നില്ല. ദെൻ x1 നെക്സ്റ്റ് ടേമില് x1 പോസിറ്റീവും 3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ ഒരു പ്ലസും ഒരു മൈനസും കൂടി വന്നാൽ എന്താ വരിക? മൈനസ് ആണ് നമുക്ക് വരിക. അങ്ങനെയാണ് ഈ സെക്കൻഡ് മൈനസ് വന്നത്. ദെൻ തേർഡ് മൈനസ് വന്നത് എങ്ങനെയാണ്? 2ന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. ബട്ട് x2ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ ഒരു മൈനസ് ഒരു പ്ലസ് വന്നു. സോ റിസൾട്ട് എന്തായി? മൈനസ് ആയി. ബട്ട് ഫോർത്ത് ടേമില് 2ഉം മൈനസ് ആണ്, 3യും മൈനസ് ആണ്. സോ മൈനസ് ഇൻറ്റു മൈനസ് വന്നിട്ട് എന്തായി? അതൊരു പ്ലസ് ആയി. ഓക്കെ, അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി സെയിം സംഭവം തന്നെ ഇപ്പുറം സൈനിന്റെ ഈക്വൽ ടു സൈനിന്റെ അപ്പുറം, ദാറ്റ് ഈസ് x2 ഇൻറ്റു x1, ദാറ്റ് അതാണ് x2 x1 എന്ന് എഴുതിയത്. ദെൻ x2 ഇൻറ്റു മൈനസ് 3, ദാറ്റ് മീൻസ് മൈനസ് 3 ഇൻറ്റു x2, ദെൻ മൈനസ് 2 ഇൻറ്റു x1, ദെൻ മൈനസ് 2 ഇൻറ്റു മൈനസ് 3 ഈക്വൽ അതെന്താണ്? പ്ലസ് 6. അപ്പൊ നോക്കിക്കേ, ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? സെയിം ആളുകൾ ഉണ്ടോ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈക്വൽ ടു സൈനിന്റെ ഈ ഇപ്പുറം x1 ഇൻറ്റു x2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? x1 ഇൻറ്റു x2 ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2ഉം പ്ലസ് 2 നമ്മൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തില്ലേ? ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇവിടെ x2 ഇൻറ്റു x1ഉം x2 ഇൻറ്റു x1, അതല്ല x1 x2 എന്ന് പറയുമ്പോൾ x2 x1 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അത് രണ്ടും ക്യാൻസൽ ആയി. ദെൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ മൈനസ് 3x1 ഇവിടെ 3x2 ആണ്. അത് രണ്ടും രണ്ടാളാണ്. ദെൻ മൈനസ് 2x2 2x1 ആണ്. അതും ഡിഫറെന്റ് ആൾക്കാരാണ്. ദെൻ നെക്സ്റ്റ് ആള് പറയുന്നത് പ്ലസ് 6 ഉണ്ട്, ഇവിടെ പ്ലസ് 6 ഉണ്ട്. അത് രണ്ടും സെയിം ആണ്. അപ്പൊ 6നെയും നമ്മൾ എന്തായി? ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കിയുള്ളത് ആരാണ്? അപ്പൊ x1 x2 പോയി, 6ഉം പോയി. ദെൻ ബാക്കിയുള്ളത് ആരാണ്? മൈനസ് 3x1 മൈനസ് 2x2 ഈക്വൽ ടു മൈനസ് 3x2 മൈനസ് 2x1 ആണല്ലോ. ഇവിടെ നോക്കിക്കേ, എല്ലാവർക്കും നെഗറ്റീവ് സൈൻ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും നെഗറ്റീവ് സൈനും കൂടി അങ്ങ് പുറത്തെടുത്താളയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് ഈ മൈനസ് 3x2നെ ഞാൻ ഇപ്പുറം കൊണ്ടുപോയി, ഈ മൈനസ് 2x1നെ സൈനിന്റെ ഇപ്പുറം പോയി. സിമിലർലി ഈ മൈനസ് 3x1നെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു, മൈനസ് 2x2നെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു സൈഡിൽ മൈനസ് 3x2 എന്താണ്? നെഗറ്റീവ് ആണ്. അത് ഇവിടെ വരുമ്പോ എന്താവും? സൈനിന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. ഇവിടെ ഈ ഒരു മൈനസ് 2x1 സൈനിന്റെ അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും. ഈ മൈനസ് 3x1 സൈനിന്റെ ഇപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും. മൈനസ് 2x2 സൈനിന്റെ ഇപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് ആവും. അതായത് ലെഫ്റ്റ് ഹാൻഡിലുള്ളത് റൈറ്റ് ഹാൻഡിൽ പോകുമ്പോൾ അവിടെ പ്ലസ് ആയി മാറി, റൈറ്റ് ഹാൻഡിലുള്ള നെഗറ്റീവ് ലെഫ്റ്റ് ഹാൻഡിൽ വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ വന്നിട്ട് അത് പ്ലസ് ആയി. അപ്പൊ അതാണ് ഇനി നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പിൽ കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ എല്ലാരെയും സൈൻ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞത്. എല്ലാവർക്കും സെയിം സൈൻ ഉണ്ട്. സോ ഇവിടെ ഇപ്പൊ ഫസ്റ്റില് മൈനസ് 3x1 മൈനസ് 2x2 എന്നായിരുന്നു. രണ്ടാളെ സൈന് പുറത്തേക്ക് എടുത്തു, ആ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു, എന്നിട്ട് പ്ലസ് ആക്കി. ഇവിടെ നോക്കിക്കേ, ഈ മൈനസ് ഉള്ളിലേക്ക് പോയാൽ എന്താവും? മൈനസ് 3x1 ഇൻറ്റു ഈ മൈനസ് ഇൻറ്റു പ്ലസ് ആവുമ്പോൾ ഇവിടെ മൈനസ്
2x2 ആവും. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റെപ്പിലുള്ള ആൾ തന്നെയാവും. സെയിം സംഭവം തന്നെയാണ് ഈ റൈറ്റ് ഹാൻഡിലും വരുന്നത്. അങ്ങനെ അപ്പൊ രണ്ട് സൈഡിലും നെഗറ്റീവ് സൈൻ വരും. സോ ആ നെഗറ്റീവ് ക്യാൻസൽ ആയി. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു രീതിന്ന് മാത്രം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത് ലാസ്റ്റ്? 3x1 പ്ലസ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 3x2 പ്ലസ് 2x1. ഇനി നോക്കിക്കേ, ഈ സൈഡിൽ x1 x2 ഉണ്ട്, ഈ സൈഡിലും x1 x2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x1നൊക്കെ ഒരു സൈഡിലേക്ക് x2നൊക്കെ എന്ത് ചെയ്യാം? ഒരു സൈഡിലേക്ക് മാറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റില് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ x1നെ മാറ്റുകയാണ്. അപ്പൊ ഈ 2x1നെ ഞാൻ ഇപ്പുറം കൊണ്ടുവരികയാണ്. ഈ 2x2നെ ഞാൻ എന്താ ചെയ്യാണ്? അപ്പുറം കൊണ്ടുപോവാണ്. അപ്പൊ നമുക്ക് എന്താ വരിക? 3x1 ഈ പ്ലസ് 2x2നെ ഞാൻ എന്താക്കി? അപ്പുറം കൊടുത്തു. അപ്പൊ ഉള്ളത് മൈനസ് 2x2 ആവും. ദെൻ ഈ 2x1നെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നില്ലേ? അപ്പൊ ഇവിടെ മൈനസ് 2x1. ഇവിടെ ഓൾറെഡി 3x2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായി? ഫൈനലി നമുക്ക് എന്ത് കിട്ടി? 3x1 മൈനസ് 2x1 ഈക്വൽ ടു 3x2 മൈനസ് 2x2. ആ നോക്കിക്കേ, 3x1 നിന്ന് 2x1 പോയാൽ ബാക്കി എത്രയുള്ളത്? ഇവിടെ നോക്കിക്കേ, 3x1 ഉണ്ട്, ഇവിടെ 3x1 ഉണ്ട് അല്ലെ? ഇവിടെ 2x1 ആണുള്ളത്. 3 മാങ്ങയിൽ നിന്നും 2 മാങ്ങ പോയാൽ ബാക്കി ഒരു മാങ്ങയുള്ളൂ. സെയിം കേസ് തന്നെ 3x1 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2x1 നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക? ഒരു x1 ഉണ്ടാവുള്ളൂ. ഒരു x1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ? x1 എന്ന് മാത്രം എഴുതിയാൽ മതി. സെയിം തന്നെ റൈറ്റ് ഹാൻഡിൽ നോക്കിക്കേ, 3x2 ഉണ്ടായിരുന്നു, അതിന് 2x2 നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞു. ബാക്കി എത്ര x2 ഉള്ളത്? ഒരു x2 ആണുള്ളത്. സോ നമുക്ക് ഫൈനലി എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2. x1 ഈക്വൽ ടു x2 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? 1 1 ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോ നമ്മള് മാത്തമാറ്റിക് അല്ലെങ്കിൽ ആൾജിബ്രായിക് പ്രൂഫ് ആണ് ഇപ്പൊ നമ്മൾ രണ്ട് കേസിലും നമ്മൾ ആൾജിബ്രായിക്കലി പ്രൂവ് ചെയ്തതാണ് 1 1 ആണ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡിലുള്ള പ്രൂഫാണ്. നേരത്തെ നമ്മൾ ഫംഗ്ഷന് ഗ്രാഫിക്കലി എങ്ങനെ പ്രൂവ് ചെയ്തത്? വെർട്ടിക്കൽ ലൈൻസ് വരച്ചു നോക്കിയിട്ട് വെർട്ടിക്കൽ ലൈൻസ് എത്ര പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നോക്കി, ഒരു പോയിന്റിലൂടെ മാത്രമാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ആയിരുന്നു. ഫംഗ്ഷൻ ആണെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളത് 1 1 ഫംഗ്ഷൻ ആണെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് ആണ് വരച്ചത്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് വരയ്ക്കുന്നത് ഗ്രാഫിൽ. ഹൊറിസോണ്ടൽ സെയിം തിയറി തന്നെയാണ്. ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ മോർ ദാൻ 1 പോയിന്റിലൂടെ അത് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല? 1 1 ഫംഗ്ഷൻ അല്ല. അതൊരു ഓൺലി 1 പോയിന്റിലൂടെ മാത്രമാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 1 1 ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കിയിട്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഗ്രാഫിക്കൽ പ്രൂഫാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഒരു ഗ്രാഫാണ്, ഒരു പരാബോളിക് ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഗ്രാഫ് ഞാനൊന്ന് ഇതിന്റെ മേലെ കളർ ചെയ്തിട്ട് റീഡ്രോ ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഡ്രോ ചെയ്തു. നമ്മൾ പരാബോള, അതായത് y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് വരച്ചു. ഇനി ഇത് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്? 1 1 ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്യണം. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, 2 ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടു അത് രണ്ടും 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് എ 1 1 ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് ഒറ്റ പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താവുള്ളൂ? 1 1 ആവുള്ളൂ. ഇവിടെ ഇപ്പൊ 2 പോയിന്റിലൂടെ എന്തായിട്ടുണ്ട്? 2 ഹൊറിസോണ്ടൽ ലൈൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തല്ല? ഒരു 1 1 ഫംഗ്ഷൻ അല്ല. ഇനി അത് ഞാൻ മാത്തമാറ്റിക്കലി വേണമെങ്കിൽ പറയാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 1 1 ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഡിഫറെന്റ്
ഇമേജ് ഉണ്ടാവണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കേസ് ആണെന്ന് നോക്കിക്കേ, നമ്മൾ 1ന്റെ സ്ക്വയർ എന്തായിരിക്കും? 1 സ്ക്വയർ 1 ആണ്. പക്ഷെ -1ന്റെ സ്ക്വയറും എന്താണ്? 1 ആണ്. അപ്പൊ എന്തായി? ഡൊമൈനിലെ, അതായത് ഫസ്റ്റ് സെറ്റിലെ 2 എലമെന്റ്സിന് സെയിം ഇമേജ് വന്നില്ലേ? അങ്ങനെ ആയാലും എന്താണ്? അത് 1 1 അല്ല. അത് നമ്മൾ ഗ്രാഫിക്കലി പ്രൂവ് ചെയ്തതാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ഒരു ഗ്രാഫ് കാണിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്തിട്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് ഗ്രാഫ് എന്താണ്? നമ്മളെ മോഡ് എക്സിന്റെ ഗ്രാഫാണ്. y ഈക്വൽ ടു മോഡ് എക്സിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. y ഈക്വൽ ടു മോഡ് എക്സ്. ഇവിടെ നോക്കിക്കേ, ഞാനൊന്ന് റീഡ്രോ ചെയ്ത് കാണിക്കാം. എക്സ് ആക്സിസും y ആക്സിസും വരച്ചു. നമ്മളെ മോഡ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു വി ഷേപ്പില് ഉള്ളത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഹൊറിസോണ്ടൽ ലൈനിന് വരക്കാണ്. ഹൊറിസോണ്ടൽ ലൈൻ എത്ര പോയിന്റിലൂടെ പാസ് ചെയ്തത് നോക്കിക്കേ. 2 പോയിന്റിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് 1 1 ഫംഗ്ഷൻ. അപ്പൊ മോഡ് എക്സ് എന്തല്ല? ഒരു 1 1 ഫംഗ്ഷൻ അല്ല. മോഡ് എക്സിന്റെ കേസിൽ എന്താണ്? മോഡ് ജസ്റ്റ് ഞാൻ പറയാം, മോഡ് 2 എന്ന് പറഞ്ഞാലും 2 ആണ്, മോഡ് -2 എന്ന് പറഞ്ഞാലും എന്താണ്? 2 ആണ്. സോ 2 ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വന്നില്ലേ? അപ്പൊ എന്തെന്ന്? അതെന്തല്ല? 1 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി വേറൊരു ഗ്രാഫും കൂടി ഞാൻ കാണിക്കാം. ഇത് നോക്കിക്കേ, y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് റീഡ്രോ ചെയ്യാണ് ഞാന്. ഗ്രാഫ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കാണ്. ഇവിടെ നോക്കിക്കേ, ഞാൻ ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കുമ്പോ എത്ര പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്? ഗ്രാഫില് ഓൺലി 1 പോയിന്റ് മാത്രമേ അത് മീറ്റ് ചെയ്യുന്നുള്ളൂ, എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസും. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടി കാണിക്കാം. ഇത് നോക്കിക്കേ, നമ്മൾ സൈനിന്റെ അല്ലെങ്കിൽ കോസിന്റെ ഒരു ഗ്രാഫാണ് നമ്മൾ തന്നിട്ടുള്ളത്. നമ്മൾ ഗ്രാഫ് ആണല്ലോ. ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു. ഒന്ന് നോക്കിക്കേ, ഹൊറിസോണ്ടൽ ലൈൻസ് എത്ര പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ പോരാ. നോക്കിക്കേ, 1 2 3 4 5 6 അങ്ങനെ എത്രയോ പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്. സോ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷനും എന്തല്ല? ഒരു 1 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ നമ്മളെ ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് 1 1 ഫംഗ്ഷനെ പ്രൂവ് ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, അപ്പൊ 1 1 ഫംഗ്ഷൻ എന്താണ്, മിനിമം ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ 1 1 അല്ലാത്ത ഫംഗ്ഷൻസ് എന്താണ്? മിനിമം ആണ്. അതപ്പോ മിനിമണിന് പ്രത്യേകിച്ച് ഒരു പ്രൂഫിന്റെ ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് നമ്മളെ ഫംഗ്ഷന്റെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു. അപ്പൊ എന്താണ് ഓൺ ടു അല്ലെങ്കിൽ എന്താണ് ഇൻ ടു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, അതിന്റെ ഡെഫിനിഷൻ ചെയ്തത് എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഓൺ ടു ഓർ സർജക്റ്റീവ്. നമ്മൾ 1 1 ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഓൺ ടു ഫംഗ്ഷന്റെ മറ്റൊരു നെയിമാണ് സർജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഫംഗ്ഷന് സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു ആവുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? if all elements in codomain are images. അതായത് കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആവണം. അതായത്
ബി പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സും ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആയിട്ട് വരണം. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതായത് റേഞ്ചും കോഡൊമെയിനും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതിന്റെ ഒരു ഡയഗ്രമാറ്റിക്കലി ഞാൻ കാണിക്കാം. ഇവിടെ രണ്ട് പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റില് ഇതാണ് നമ്മളിപ്പോ കോഡൊമെയിൻ ആണ്. ഇവിടെ ഒരു ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു ആണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് സെറ്റ് ബീന്, അതായത് രണ്ടാമത്തെ സെറ്റിന് നോക്കിയിട്ടാണ്. അപ്പോ രണ്ടാമത്തെ സെറ്റ് നോക്കുക. രണ്ടാമത്തെ സെറ്റിൽ നോക്കിക്കേ, ഇവിടെ കോഡൊമെയിനില് എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ കോഡൊമെയിനില് 4 എലമെന്റ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, റേഞ്ച് ഇവിടെ എത്ര ഉള്ളത്? ഇവിടെ ലാസ്റ്റ് എലമെന്റ് ആരെയും ഇമേജ് അല്ല. സോ റേഞ്ചില് ആകെ എത്ര എലമെന്റ് ആണ് വരുന്നത്? 3 എലമെന്റ് ആണ് വരുന്നത്. അതായത് കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല, ഓൺ ടു അല്ല. ഓൺ ടു അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഇൻടു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇൻടു ആണ്. ഇനി നോക്കിക്കേ, നമ്മൾ 1 1 മെനി 1 പറഞ്ഞല്ലോ. അപ്പൊ ഇത് മെനി 1 ആണോ 1 1 ആണോ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഈ നടുവിലുള്ള രണ്ട് എലമെന്റ്സിനും എന്താണ്? സെയിം ഇമേജ് ആണുള്ളത്. അപ്പൊ ഇതെന്തല്ല, 1 1 അല്ല, മെനി 1 ആണ്. അപ്പൊ ഇതൊരു മെനി 1 ഫംഗ്ഷനും അതൊരു ഇൻടു ഫംഗ്ഷനും ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഈ ഒരു ഫംഗ്ഷൻ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, കോഡൊമെയിനില് എത്ര എലമെന്റ്സ് ഉണ്ട്? കോഡൊമെയിനില് 4 എലമെന്റ്സ് ഉണ്ട്. ദെൻ റേഞ്ച് നോക്കുകയാണെങ്കിലും എല്ലാ കോഡൊമെയിനിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ചെയ്യാൻ്റെ എന്താണ്? ഇമേജസ് ആയിട്ട് വരുന്നുണ്ട്. സോ അതും 4 എലമെന്റ്സ് ആണ്. അതായത് കോഡൊമെയിനും റേഞ്ചും എന്താണ്? ഈക്വൽ ആണ്. അതായത് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഇനി അത് 1 1 ആണോ മെനി 1 ആണോ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് രണ്ട് എലമെന്റിനും എന്താണ്? സെയിം ഇമേജ് ആണ്. സെയിം ഇമേജ്, രണ്ട് ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വന്നാൽ എന്താണ്? 1 1 ആവൂല, മെനി 1 ആണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൺ ടു ആൻഡ് മെനി 1 ഫംഗ്ഷൻ ആണ്. മനസ്സിലായില്ലേ? സിമ്പിൾ ആണല്ലോ. ദെൻ ഒന്നുകൂടി നോക്കിക്കോ, ഈ ഒരു ഫംഗ്ഷൻ നോക്കിക്കേ. ഈ ഫംഗ്ഷനിലെ എല്ലാ എലമെന്റ്സിനും കോഡൊമെയിൻ എടുത്ത് നോക്കിക്കോ. കോഡൊമെയിനിൽ എല്ലാ എലമെന്റ്സും സെറ്റ് ചെയ്യാൻ്റെ എന്തായിട്ട് വരുന്നുണ്ട്? ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. സോ അതെന്താണ്? ഓൺ ടു ആണ്, കൺഫേം ആയി. ഇനി അത് 1 1 ആണോ മെനി 1 ആണോ നോക്കിയേ. 1 1 ആണ് മെനി 1 ആണെന്നുണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എല്ലാ എലമെന്റ്സിനും എന്താണ്? ഡിഫറെന്റ് ഇമേജസ് ആണ് വന്നിട്ടുള്ളത്. സോ അതൊരു 1 1 ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ എന്താണ്? ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ആണ്. അപ്പോ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ 1 1 ഇൻജക്റ്റീവ് എന്നാണ് പറയുന്നത്, ഓൺ ടു നമ്മൾ സർജക്റ്റീവ് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഇൻജക്റ്റീവും സർജക്റ്റീവും ആയിട്ടുള്ള, അല്ലെങ്കിൽ 1 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്, ഈസ് കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ. അപ്പോ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അത് 1 1 ഓൺ ടു. അപ്പൊ 1 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ, ബൈജക്റ്റീവ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? അത് 1 1 ആവണം, ഓൺ ടു ആവണം. അതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനുള്ളത് ഓൺ ടു പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി, പിന്നെ ഒരു കോമ്പോസിഷൻ, ഫംഗ്ഷന്റെ കോമ്പോസിഷൻ കൂടിയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ ഫുള്ളായിട്ട് കവർ ചെയ്യാന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.